തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുമ്പോൾ കൊച്ചിയിൽ റിബലിനെ കൊണ്ട് നട്ടം തിരിയുകയാണ് കോൺഗ്രസ്. കോർപ്പറേഷനടക്കം നിരവധി ഇടങ്ങളിലായി വിവിധ റിബൽ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഘടകകക്ഷികളുമായുള്ള സൗഹൃദ മത്സരത്തിനും പഞ്ഞമില്ല. കൊച്ചി കോർപ്പറേഷനിൽ വിമതശല്യം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് വലയുകയാണ്. 4 സിറ്റിംഗ് കൗൺസിലർമാർ മത്സരരംഗത്ത് അവശേഷിക്കുന്നു. സിറ്റിംഗ് കൗൺസിലറായ ആന്റണി കുര്യത്തറയുടെ ഭാര്യ ദീപ്തി മരിയ 1ാം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. 68ാം ഡിവിഷനിൽ നിന്ന് പത്രിക നൽകിയ INTUC നേതാവ് രമേശും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. സംഘടനയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവും എറണാകുളം ജില്ലാ സെക്രട്ടറിയുമാണ് രമേശ്. തൃക്കാക്കര നഗരസഭയിൽ 6 സൗഹൃദ മത്സരം നടക്കുന്നു. 4 ഡിവിഷനുകളിൽ കോൺഗ്രസും കേരള കോൺഗ്രസും ഏറ്റുമുട്ടുമ്പോൾ 2 ജനതാദൾ യു ആണ് കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോലും ജനതാദളിന് ലഭിച്ചില്ല. ആലുവ നഗരസഭയിൽ 2 മുസ്ലിം ലീഗും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നു. കൊച്ചി കോർപ്പറേഷനിൽ ഏക CPIM റിബൽ പള്ളുരുത്തി ഡിവിഷനിലെ TK ഷംസുദ്ദീനാണ്. കോതമംഗലം, മൂവാറ്റുപുഴ നഗരസഭകളിലും ഇരുമുന്നണികളിലുമായി ഏതാനും റിബലുകളും അവശേഷിക്കുന്നു. മത്സരചിത്രം വ്യക്തമായതോടെ LDF BJP സ്ഥാനാർത്ഥികൾക്കൊപ്പം വൈകിയെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പ്രചരണത്തിൽ സജീവമാകും. റിപ്പോർട്ടർ, കൊച്ചി.